ഇന്ന് നമുക്ക് പറമ്പിൽ 2 വാഴക്കൊലയൊക്കെ വെട്ടിയിട്ടുണ്ട്. അപ്പം നമുക്കതിൻ്റെ ഇണ്ണിക്കാമ്പ് എടുക്കാം. എന്താ പറയുക, വാഴപ്പിണ്ടി. അത് തോരൻ വെച്ചാൽ നല്ല ടേസ്റ്റാണ്. അപ്പം നമുക്ക് വെട്ടി നോക്കാം. അപ്പം നമുക്ക് വാഴേനെ വെട്ടി മുറിച്ചിടാം. അപ്പം നമ്മൾ വാഴ വെട്ടി ഇണ്ണിക്കാമ്പ് എടുത്തു. ഇനി ഇതിനെ 2-3 കഷ്ണമാക്കി നമുക്ക് വീട്ടിൽ കൊണ്ടുവയ്ക്കാം. എന്നിട്ട് നമുക്ക് നല്ലൊരു തോരൻ വയ്ക്കാം. നല്ലതാണത്, ഒരുപാട് അസുഖങ്ങൾക്കുള്ള മരുന്നാണ്. ഇത് ജ്യൂസാക്കി രാവിലെ വെറും വയറ്റിൽ കുടിക്കുക എന്നൊക്കെ പറയുന്നത് ഏറ്റവും നല്ലതാണ്. അപ്പം ഞാൻ അതിനെ ബാക്കിയും കൂടി റെഡിയാക്കിയിട്ട് കാണിച്ചു തരാം. അപ്പം നമ്മൾ ഇണ്ണിക്കാമ്പ് ചെറിയ ചെറിയ കഷ്ണങ്ങളായിട്ട് വട്ടത്തിൽ മുറിച്ചെടുക്കാം. എന്നിട്ട് വേണം ഇതിനെ ചെറിയ ചെറിയ കഷ്ണങ്ങളാക്കിയെടുക്കാം. അപ്പം നമ്മളിത് മുറിക്കുമ്പോൾ ഇതിങ്ങനെ വാലായിട്ട് നിൽക്കുന്നു. അതിങ്ങനെ വിരലിൽ ചുറ്റി എടുക്കണം. അപ്പം ഞാനിതൊക്കെ ഒന്ന് അരിഞ്ഞിട്ട് കാണിച്ചു തരാം ബാക്കി. അപ്പം അതാ ഞാനൊക്കെ കഷ്ണം മുറിച്ചിട്ടുണ്ട്. ഇതെല്ലാം കൂടി എന്നിട്ട് ഇങ്ങനെ വെച്ചിട്ട് അരിഞ്ഞെടുക്കാം. ഇതെല്ലാം നമ്മൾ ഓരോന്ന് അരിയുമ്പോൾ കുറേ സമയം എടുക്കില്ലേ. അപ്പോൾ ഇത് കൂട്ടി വെച്ചിട്ട് ഒരൊറ്റ അരിയൽ. അപ്പം സെറ്റ് ഉണ്ടാവും. അപ്പോൾ ഇത് ഫുള്ള് നമുക്ക് അരിഞ്ഞെടുക്കാം. അപ്പം നമുക്ക് ഇണ്ണിക്കാമ്പ് തോരൻ വയ്ക്കാം. ഇണ്ണിക്കാമ്പ് നന്നായിട്ട് കഴുകി വാരി എടുത്ത് വെച്ചിട്ടുണ്ട്. അതിൻ്റെ നൂലൊക്കെ നല്ലോണം കളഞ്ഞ് എടുത്ത് വെച്ചതാണ്. പിന്നെ അതിലേക്ക് വേണ്ടത് കുറച്ച് മുതിര നന്നായിട്ട് വേവിച്ചെടുത്ത് വെച്ചിട്ടുണ്ട്. കറിവേപ്പിലയുണ്ട്. പിന്നെ അതിലേക്കൊരു അരപ്പ്, നാളികേരം, മുളക് പൊടി, മഞ്ഞൾപ്പൊടി, ചെറിയുള്ളി. ഇതൊന്ന് ചതച്ചെടുത്ത് വയ്ക്കാം. ചീനച്ചട്ടി അടുപ്പത്ത് വെച്ച് നന്നായിട്ട് ചൂടായി വന്നിട്ടുണ്ട്. എണ്ണ ഒഴിച്ചു കൊടുക്കാം. കടുകിട്ട് കൊടുക്കാം. അരി ഇട്ട് കൊടുക്കാം. കറിവേപ്പില ഇട്ട് കൊടുക്കാം. ചേമ്പിട്ട് കൊടുക്കാം. മുതിര ഇട്ട് കൊടുക്കാം. ഇനി നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം. ആവശ്യത്തിന് ഉപ്പ് ഇട്ട് കൊടുക്കാം. ഒരു 1/2 ഗ്ലാസ് വെള്ളം ഒഴിച്ച് കൊടുക്കാം. എന്നിട്ട് ചെറു തീയിലിട്ട് നന്നായിട്ടൊന്ന് വേവിച്ചെടുക്കാം. ഒരുവിധം വേവായി കഴിയുമ്പോൾ നമുക്ക് അതിൻ്റെ അരപ്പ് ചേർത്ത് കൊടുക്കാം. നാളികേരം അരച്ച് ചേർത്തിട്ടുണ്ട്. അപ്പം ഇനി നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. നമുക്ക് തുറന്ന് നോക്കാം. അപ്പം നമ്മൾ ഇണ്ണിക്കാമ്പൊക്കെ നല്ലോണം വെന്ത് സെറ്റായിട്ടുണ്ട്. നമുക്കൊന്ന് ഇളക്കി നോക്കാം. വെള്ളമൊക്കെ വറ്റി നല്ല സൂപ്പറായിട്ടുണ്ട്. ഉപ്പൊക്കെ നോക്കിയിട്ട് നമുക്ക് കുറച്ച് ചോറും കുറേ തോരനും കൂട്ടിയിട്ട് കഴിക്കാം. ഈ തോരൻ മാത്രം മതി ചോറുണ്ണാൻ. ഭയങ്കര ടേസ്റ്റാണ്. ഇത് മാത്രം ഇളക്കി ചോറുണ്ണാന്ന് പറയുന്നത്. പറയുമ്പോൾ തന്നെ വായിൽ വെള്ളം വരുന്നു. അപ്പം എല്ലാവരും നമ്മളെ വീഡിയോസൊക്കെ കാണുക, സപ്പോർട്ട് ചെയ്യുക. താങ്ക് യു. എനിക്ക് ഒരുപാട് ഇഷ്ടമുള്ള കാര്യമാണ് ഇതിങ്ങനെ വെന്ത് കഴിയുമ്പോൾ ചൂടോടെ കുറേശ്ശെ